കണ്ണൂർ തളിപ്പറമ്പിലെ വഖഫ് ഭൂമിയെ ചൊല്ലി രാഷ്ട്രീയ പോര് മുറുകുന്നു. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് സ്ഥിതി ചെയ്യുന്ന 25 ഏക്കർ ഭൂമിയിലാണ് തർക്കം. മുസ്ലിം ലീഗ് നേതാക്കൾ വഖഫ് ഭൂമി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നെന്നാണ് ആരോപണം. ഇതിനായി തളിപ്പറമ്പിലെ ഭൂമി വഖഫ് അല്ലെന്ന് സത്യവാങ്മൂലം നൽകിയെന്നും ആരോപണമുണ്ട്. ലീഗിനെതിരെ CPIM-ഉം വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള 25 ഏക്കർ ഭൂമിയിലാണ് സർ സയ്യിദ് കോളേജിന്റെ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 1966 ആരംഭിച്ച കോളേജിന് 1967 അന്നത്തെ മുത്തവല്ലിയായ KV സൈനുദ്ദീൻ ഹാജി ഭൂമി അനുവദിച്ചത്. ഈ ഭൂമിക്ക് തങ്ങളാണ് നികുതി അടച്ചു വരുന്നതെന്നാണ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത്. 2021 2 സ്വകാര്യ വ്യക്തികൾ ഇതിനെതിരെ പരാതിയുമായി രംഗത്തെത്തി. പള്ളിയുടെ ഭൂമിക്ക് പള്ളി തന്നെ നികുതി അടക്കണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം പരിഗണിച്ച തളിപ്പറമ്പ് തഹസിൽദാർ കോളേജിന്റെ പേരിലുള്ള തണ്ടപ്പേർ പള്ളിയുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾക്കിടെയാണ് കോളേജ് മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ഈ സത്യവാങ്മൂലത്തിൽ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വഖഫ് അല്ലെന്നും നരിക്കോട്ട് ഇല്ലത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നതാണെന്നും പറഞ്ഞെന്നാണ് ആരോപണം. അതേസമയം വഖഫ് ഭൂമിയല്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടില്ലെന്നും കോളേജിനെ തകർക്കാനുള്ള ശ്രമമാണ് ഇത്തരം ആരോപണത്തിന് പിന്നിലെന്നുമാണ് സർ സയ്യിദ് കോളേജ് മാനേജർ അള്ളാംകുളം മഹമ്മൂദ് പറയുന്നത്. ഹൈക്കോടതിയിലുള്ള ഒരു റിട്ടുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കോളേജിൻ്റെ സ്ഥലം ജമാഅത്ത് പള്ളിയല്ല എന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞു എന്ന് പറയുന്നത്. എന്നാൽ ആ റിട്ടിൽ എല്ലാ സ്ഥലത്തും 3 സ്ഥലങ്ങളിലായി വളരെ കൃത്യമായിട്ട് ഈ ചാർത്താധാരം 967 തളിപ്പറമ്പ് ജമാഅത്ത് പള്ളി കമ്മിറ്റിയിൽ നിന്നും കോളേജിനും സർ സയ്യിദ് മാനേജ്മെൻറ്റിനും തന്നതാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ കോളേജിൻ്റെ പ്രവർത്തനത്തെ തടയുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില തൽപര കക്ഷികളുടെ എതിർപ്പുകൾ ഈ സ്ഥാപനത്തിനുണ്ടായിട്ടുണ്ട്. അവർ തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി തർക്കം രാഷ്ട്രീയ പോരാട്ടമായും മാറിക്കഴിഞ്ഞു. പാർലമെന്റിൽ വഖഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്ത ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വഖഫ് ഭൂമി സ്വന്തമാക്കാനാണ് ശ്രമമെന്ന് CPIM ആരോപിക്കുന്നു. നേരത്തെ നിലവിലുണ്ടായ 18 അംഗ വഖഫ് ഭരണസമിതിയുടെ അറിവോടെയാണ് ഭൂമി സ്വന്തമാക്കാൻ ലീഗ് നേതാക്കൾ നേതൃത്വം നൽകുന്ന കോളേജ് മാനേജ്മെന്റ് ശ്രമിച്ചതെന്നാണ് ആരോപണം. പുതിയ മുത്തവല്ലി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഈ നീക്കത്തെ പ്രതിരോധിച്ചതെന്നും വഖഫ് ഭൂമി സംരക്ഷണ സമിതി പറയുന്നു. തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിക്ക് കീഴിൽ 600 ഏക്കർ ഭൂമിയാണ് ആകെ വഖഫ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ 100 ഏക്കറിൽ താഴെ ഒഴിച്ച് മറ്റെല്ലാം സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയെന്നും ഇവർ പറയുന്നു. വഖഫ് ബില്ലിനെതിരെ സമരം ശക്തമാക്കുമ്പോഴും നേരത്തെയുണ്ടായിരുന്ന വഖഫ് ഭരണസമിതി ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് നൽകാൻ കൂട്ടുനിന്നെന്ന് സമ്മതിക്കുക കൂടിയാണ് ഇവർ.